ഇന്നിപ്പോൾ നമുക്ക് ഒരു ഡെലിവറി സ്റ്റോറി കേട്ടാലോ. വേറെ ആരുടേതും അല്ല കേട്ടോ, എൻ്റെ തന്നെയാണ്. അങ്ങനെ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി ആയ സമയത്ത് എനിക്ക് ഡെലിവറി ഡേറ്റൊക്കെ അടുക്കാനായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു 1 വീക്ക് മുന്നേ ചെറുതായിട്ടൊന്ന് വാട്ടർ ബ്രേക്കേജ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഡൗട്ടായിരുന്നു. ചെറുതായിട്ടെന്ന് പറയുമ്പോൾ കുറച്ച് ലൈറ്റായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ കുളിച്ചു റെഡി ആയിട്ടൊക്കെ ഇരുന്നു. അപ്പോൾ ആ സമയത്ത് ചെറിയൊരു വേദന തുടങ്ങി. അതൊരു ഗ്യാപ്പ് വിട്ടിട്ടായിരുന്നു വേദന, ഒരു 1/2 വൺസ് ചെറിയൊരു വേദന. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഇതെന്തായിരിക്കുന്നു. എന്നാലും കൺഫ്യൂസ്ഡാണ്, അതെന്താണെന്നുള്ളത് മനസ്സിലാക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിലും ആരും ഇല്ലാത്തതുകൊണ്ട് ആരോടും ചോദിച്ച് മനസ്സിലാക്കാനുള്ളതില്ല. അപ്പോൾ പിന്നെയാണ് മനസ്സിലായത് ഇതാണ് ഡെലിവറി പെയിൻ എന്നുള്ള കാര്യം. അപ്പോഴും എൻ്റെ മൈൻഡിൽ ഫസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ബിരിയാണി കഴിക്കണം എന്നായിരുന്നു. ആരോടും വിളിച്ച് പറയണമെന്നോ അല്ലാതെ പേടിയായിട്ടോ അല്ല, എനിക്കാകെ ഈ ബിരിയാണി വേണം എന്നുള്ളതായിരുന്നു. എന്തെങ്കിലും സംഭവിച്ചാലേ ബിരിയാണി കഴിക്കാൻ പറ്റാതെ ആയിപ്പോയാലോ എന്നുള്ളൊരു തോന്നലായിരിക്കും. അപ്പോൾ ബിരിയാണി വേണമെന്ന് പറഞ്ഞ ഏട്ടനെ വിളിച്ച് പറഞ്ഞു, മുട്ടുള്ളൊരു ബിരിയാണി വേണം പറഞ്ഞു. പിന്നെ ബിരിയാണി കഴിച്ച് അങ്ങനെ ബെഡിൽ നിന്ന് എണീക്കുമ്പോഴാണ് അവിടെ ഒരുപാട് വാട്ടർ ഉണ്ടായിരുന്നു എണീച്ച സമയത്ത്. അപ്പോഴാണ് ഏട്ടൻ ചോദിച്ചത് ഇതെന്താണെന്നുള്ള കാര്യം. അപ്പോൾ ഏട്ടനോട് പറഞ്ഞു ഇങ്ങനെയാണ്, ചെറുതായിട്ട് പെയിൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വേഗം എല്ലാവരും വിളിച്ച് അമ്മേനെയൊക്കെ വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അങ്ങനെ നവംബർ 13 ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പിറ്റേ ദിവസമാണ് പ്രസവിച്ചത്.